വിജയൻ കളിച്ച് വളർന്ന സമയത്തുള്ള വിജയൻ തന്നെയാണ് ഇപ്പോഴും വിജയൻ. ആ വിജയനൊരു മാറ്റം വന്നില്ല. വിജയൻ രൂപത്തിലെ കുറച്ച് മാറ്റം വന്നേക്കാം. പോയി ഒരു സുന്ദരനായി സിനിമാ താരമായി ഗ്ലാമർ വന്നു. എനിക്ക് വയ്യ. മമ്മൂട്ടിക്ക് പോലും ഇപ്പൊ വിജയനോട് അസൂയാണ്. അയ്യോ മമ്മൂക്ക ഗ്രേറ്റ്. അവിടെ നിന്നാ മതി. ഗ്രേറ്റ്. അത് ഇപ്പോഴും പ്രായമാവാത്തൊരു ഇന്ത്യയിലില്ലാന്നുണ്ട് അങ്ങനത്തെ ഒരു. അല്ല ഇപ്പം വിജയനിപ്പം മമ്മൂട്ടിയെ പോലെ ഗ്ലാമർ വേണമെന്ന് പറയുന്നു. മമ്മൂക്ക ആണെങ്കിൽ മമ്മൂക്ക എൻ്റെ ചെയർമാനും കൂടിയാണ്. മമ്മൂക്ക പറയണമെങ്കിൽ എനിക്ക് വിജയനെ പോലെ ഒന്ന് ആയി കിട്ടാനാ ഞാൻ കാട്. നിങ്ങൾ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ഒക്കെ ഒരു ഭാഗ്യമല്ല അത്. അത്ര ഗ്രേറ്റ് നടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമുള്ള കാര്യമാണ്. കാരണം ഞാൻ പേടിച്ചിട്ടാണ് അഭിനയിക്കാൻ പോയത്. പക്ഷേ ചെന്നപ്പോഴാണ് മനസ്സിലായി ഈ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല മനുഷ്യനാണ്, ഇത്ര കൂളാന്ന്. കാരണം എനിക്കൊരു സീൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പറയാത്, ഞാൻ മമ്മൂക്കനോട് അതൊന്നും പറഞ്ഞില്ല. അത് ഒരു സീൻ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന സീനാണ് ഗ്രേറ്റ് ഫാദറിലേക്ക്. മമ്മൂക്ക തോക്കും വെച്ച് ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ പോകണ സീൻ. അപ്പോൾ ഒരു തൃശ്ശൂർ തന്നെ ആയിരുന്നു ഷൂട്ട് ചെയ്യാം. അപ്പോൾ 70 കിലോമീറ്റർ സ്പീഡിൽ പോകണം. മുന്നിൽ നിന്ന് വലിയൊരു 2 ക്യാമറ, ഈ സൈഡിൽ നിന്ന് ഒരു ക്യാമറ. ആ വണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ ഡയലോഗും മമ്മൂക്കൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി ഡയലോഗും പറയും വേണം, ഇതിങ്ങനെ ഓടിക്കും വേണം. 70 കിലോമീറ്റർ സ്പീഡിൽ സർവീസ് റോട്ടോടെ ഓടിക്കും വേണം. ആൾക്കാരും പോകുന്നുണ്ട്, അവരെ ഇടിക്കാനും പാടില്ല. ഇതൊക്കെ കൂടി ഞാനെങ്ങനെ ചെയ്യും? ഞാൻ ഇങ്ങനെ നോക്ക്, ഭയങ്കര ഇത്ര ഗ്യാപ്പുള്ളൂ. കാരണം ക്യാമറയിൽ വെച്ചിട്ട് സൈഡിൽ നിന്ന് ക്യാമറ അവിടെ തട്ടാനും പാടില്ല. മമ്മൂക്ക കയറി, അതാണ് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയത്. മമ്മൂക്ക വണ്ടിയിൽ കയറി കൊല്ലം കുറവായിട്ടുള്ളതല്ല, അത് പിന്നെ വണ്ടി ഓടിക്കുന്ന ഷുമൈക്കളല്ലേ. നോക്കി വിജയൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്ന് എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ. ഒരു ധൈര്യം കിട്ടിയാവും. നമുക്കൊക്കെ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. ഈ വണ്ടി ഓടിക്കുമ്പോഴാണോ ഞാൻ ഡയലോഗ് പറയുമ്പോഴാണോ തിരിഞ്ഞു നോക്കി ഡയലോഗും പറയുമ്പോഴാണോ ഇത് ഓടിച്ചുകൊണ്ട് പോകാം. ഭാഗ്യത്തിന് അത് കറക്റ്റായി. ഡയറക്ടർ അവിടെ കിടന്നിട്ട് ഇങ്ങനെ അനീഫ്ക കിടന്നിട്ട് ഡയലോഗും പറഞ്ഞു തന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഓടിച്ച് ഒരു കണക്കിന് നല്ലൊരു ഷോട്ടായി. അത് ഞാൻ മമ്മൂക്കനോട് പറഞ്ഞില്ല. ഞാൻ ഇറങ്ങി വന്ന് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഡയറക്ടറോട് ഞാൻ പറഞ്ഞു, ഭാഗ്യം മമ്മൂക്കോട് ഞാൻ പറയാം, എൻ്റെ പെണ്ണ് എനിക്ക് ഡ്രൈവിങ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നടന്നു കൊണ്ടുപോയിട്ട് കിഡ്നാപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് എൻ്റെ വൈഫാണ് ഡ്രൈവിങ് പഠിപ്പിച്ചതന്നേ. അവളാണ് ഡ്രൈവിങ് പഠിച്ചത്. ഞാൻ FC കോച്ചിൽ കളിക്കുമ്പോൾ എനിക്ക് ഡ്രൈവിങ് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അവളവിടെ വന്നിട്ട് അവൾക്ക് കാറുണ്ടായിരുന്നു. നമ്മളെ പാവപ്പെട്ട മനുഷ്യനല്ലേ, കാറില്ല. അവളെ കാറിൽ തന്നെ മറ്റേ ഗീറില്ലേ മറ്റേ. അപ്പൊ ഈ പിന്നെ പക്ഷെ മമ്മൂക്കയ്ക്ക് അറിയില്ല. അപ്പൊ വിജയനെ മമ്മൂക്കോട് പറഞ്ഞിട്ടുണ്ടത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പൊ എന്ത് നേരത്തെ പറയണ്ടായിരുന്നു, ഞാൻ നടന്ന് കിഡ്നാപ്പ് ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ. മമ്മൂക്കയാണെങ്കിൽ അറിയപ്പെടുന്ന ഡ്രൈവറാണ്. ആ ഡ്രൈവറെ പോലും ഞെട്ടിച്ച ഡ്രൈവിംഗ് വാടക. അതല്ലേ ഷുമൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇരിക്കണം ഷുമൈക്കിളാണ് ബാക്കിൽ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിനെ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ വിജയനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ആ ഗുരുവിനെ എന്ത് പറയണം. ഭാഗ്യത്. പക്ഷെ മമ്മൂക്കരെ കൂടെ അഭിനയിക്കാൻ